ഈ ലോകത്തിലുണ്ടല്ലോ ഒരിക്കലും ഒരു ബന്ധം തുടക്കത്തിൽ സൗന്ദര്യം കണ്ട് ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യരുത്. തുടക്കത്തിൽ എല്ലാവരും പ്രയോറിറ്റീസ് വരും, സ്നേഹം കാണിക്കും. അതായത് അവർക്ക് നമ്മളെന്ന് പറഞ്ഞാൽ അവരുടെ ലോകമാണെന്നാണ് അവർ കാണിക്കുന്ന പോലെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു ഫാന്റസി കാലഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഫാന്റസി കണ്ടിട്ടായിരിക്കും നമ്മൾ അവരെ വിശ്വസിക്കാൻ, ട്രസ്റ്റ് ചെയ്ത് നമ്മളെന്താ കരുതുന്നതോ അവർക്ക് നമ്മളെ അത്ര ഇഷ്ടമാണ്. പിന്നെ അതുപോലെയാണ് അവർ പെരുമാറുന്നതും അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ അവരെ സ്നേഹിച്ച് വരുമ്പോഴേക്കും അവർ നമ്മളങ്ങ് ഒരു ബാധ്യത പോലെ ഒഴിവാക്കി. തുടക്കത്തിലെ സൗന്ദര്യം കണ്ടിട്ട് ആരെയും സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് കരയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ അന്നൊരിക്കലും നമ്മുടെ പരാതിയും പരിഭവങ്ങളും നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും നമ്മുടെ എല്ലാം കേട്ടിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഇന്ന് നിങ്ങളൊരു വിഷമം പറഞ്ഞു നോക്ക്, അവരതിനെ കാണുന്നത് നമ്മളെന്ത് ഓവർ ആക്ടിങ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിന് അവർക്കൊരു വിലയില്ല. അത് നമ്മൾ ഏറ്റവും അറിഞ്ഞവർ നമ്മൾ വിഷമിക്കുന്നത് അറിഞ്ഞാൽ പോലും അവർ പറയും, അവരതിനെ ഞാനെന്നെ വിഷമിക്കാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളതെക്കും. നമ്മൾ ഞങ്ങൾക്ക് വിഷമമാവും. ഈ വേദനിക്കുന്ന വാക്കുകൾ കേട്ടാണ് നമ്മൾ പിന്നെ നെർവസ് ആവുന്നത്. നമുക്ക് ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻ ആവും. അപ്പോഴാണ് നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, വിഷമം വരുമ്പോൾ കൺട്രോൾ വിട്ട് ഓരോന്നും പറഞ്ഞു പോകും. പക്ഷെ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് നമ്മളിങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു. ഒരിക്കലും അവരുടെ പ്രകടനങ്ങൾ കണ്ട് അവരെ അത്രമേൽ സ്നേഹിച്ചവരാണ് നമ്മൾ. പിന്നീട് അവർക്കതൊക്കെ ഒരു വെറും അഭിനയമായിരുന്നു എന്നറിയുമ്പോൾ നേരെ നമുക്ക് വിഷമമാവും, സങ്കടമാവും. പിന്നെ നമ്മൾ മനുഷ്യരാണ്, ചോദ്യം ചെയ്യും, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇതിനെന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചാൽ ഒറ്റൊരു ഉത്തരവുള്ളൂ അവരുടെ സൈഡിൽ നിന്ന്. അതൊക്കെ കഴിഞ്ഞതല്ലേ, അതൊക്കെ അന്നേരത്തെ ഇതല്ലേ, അതൊക്കെ ആ സമയത്തെ അല്ലേ. പക്ഷെ ഇവരെന്തോ ഒരിക്കലും മനസ്സിലാക്കാത്തത് നമുക്ക് എന്തുമാത്രം അതിൽ നിന്ന് വേദന ഉണ്ടാക്കാറുണ്ട്. ഇത് ആ പേരിൽ നിന്നാണ് പിന്നെ നമ്മുടെ മൈൻഡ് അത്രയും ഫ്രസ്ട്രേഷൻ അടിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത്. അതവരൊരിക്കലും മനസ്സിലാകത്തില്ല. അവർ ചിന്തിക്കുന്നതോ എന്നെ ഹേർട്ട് ചെയ്തു, എന്നെ ഇതാക്കി. പക്ഷെ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല അവർ കാരണമാണ് നമ്മളിങ്ങനെ ആയത്. അങ്ങനെ അനുഭവിച്ചവരുണ്ടോ ഈ ലോകത്ത്?